ഹെമിംഗ്വേയുടെ ഇവിടുത്തെ വീട്ടിലേക്ക് വരികയാണ്. ഹെമിംഗ്വേയുടെ വീട് നമ്മൾ കീ വെസ്റ്റിൽ കണ്ടിരുന്നു, US-ൽ. അദ്ദേഹം അവിടെ താമസിച്ചിരുന്ന വീട്. ഇതിപ്പോൾ ഇവിടെ അദ്ദേഹം ഏതാണ്ട് 21 വർഷം ജീവിച്ച വീടാണ്. എന്ന് മാത്രമല്ല, ഇവിടെ വെച്ചാണ് ഏറ്റവും പ്രസിദ്ധമായ ഫോർ ഹൂം ദ ബെൽ ടോൾസ്, ഓൾഡ് മാൻ ആൻഡ് ദ സീ തുടങ്ങിയ ഏറ്റവും പ്രശസ്തമായ രചനകളൊക്കെ അദ്ദേഹം നിർവഹിച്ചത് ഈ വീട്ടിൽ വെച്ചാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ 3ാം ഭാര്യയോടൊപ്പം കുറേ കാലം ജീവിച്ചു. പിന്നെ അവരെ ഡിവോഴ്സ് ചെയ്ത് 4ാം ഭാര്യയോട് കൂടെ ജീവിച്ചു. പൂർണ്ണമായും നശിച്ച അവസ്ഥയിലായിരുന്ന വീട് 2007-ലാണ് പുതുക്കിപ്പണിത് നമ്മളിപ്പോൾ ഈ കാണുന്ന രൂപത്തിലേക്ക് വീണ്ടും മാറ്റിയെടുത്തത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ നോബൽ സമ്മാന ജേതാവായ ഹെമിംഗ്വേയുടെ 2 വീടുകൾ നമ്മൾ കാണുന്നു. ഒന്ന് കീ വെസ്റ്റ് കണ്ടു കഴിഞ്ഞു, ഇനി ഇവിടെ. പക്ഷേ അദ്ദേഹം ആത്മഹത്യ ചെയ്യായിരുന്നു. അത് പക്ഷേ US-ലെ അദ്ദേഹം നെവാദയിൽ ജീവിച്ചിരുന്ന വീട്ടിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. ഇവിടെ അദ്ദേഹം സന്തോഷമായിട്ട് ജീവിച്ചതാണ്. ഇതാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ. മെയിൻ ഹൗസ്, ടവർ, ഗസ്റ്റ് ഹൗസ്, സ്വിമ്മിംഗ് പൂൾ, പെർഗോള, അദ്ദേഹത്തിൻ്റെ ബോട്ട്, പിലാർ, പമ്പ് ഹൗസ്, വെൽ ഹൗസ്, ഗാർഡൻ ഷെഡ്, ഫൗണ്ടൻ, അങ്ങനെ പല സാധനങ്ങളുണ്ട്. എന്നാലും വീടിനകത്തേക്ക് കയറാൻ നമുക്ക് പറ്റില്ല, സമ്മതിക്കില്ല. കണ്ട് ഇപ്പോഴത്തന്നെ അത് വളരെ മോശാവസ്ഥയിലാണ് വീടിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ. ഞാൻ ആദ്യം പറഞ്ഞൊരു തെറ്റുണ്ട്. അദ്ദേഹം ഫോർ ഹൂം ദ ബെൽ ടോൾസ് എഴുതിയത് ഇവിടെ ഇരുന്നല്ല, അതൊരു ഹോട്ടൽ റൂം ഇരുന്നാണ് ക്യൂബയിൽ. അതിൽ നിന്ന് കിട്ടിയ റോയൽറ്റിയിൽ ഉപയോഗിച്ചാണ് ഈ വീട് ഈ സ്ഥലവും വാങ്ങിച്ചത്. $25,000 അദ്ദേഹം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തത്. $25,000 കൊടുത്ത് ഈ ഒരു സ്ഥലവും വീടും വാങ്ങിച്ചു. അങ്ങനെ 21 വർഷം ജീവിച്ചു. അതിനുശേഷം അദ്ദേഹം ഇവിടെ ക്യൂബൻ റവല്യൂഷൻ 1959-ൽ ക്യൂബൻ റവല്യൂഷൻ വന്നപ്പോൾ അദ്ദേഹം ഇവിടുന്ന് US-ലേക്ക് പോയി. 2 വർഷം കഴിഞ്ഞ് നെവാഡയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. അതാണ് സംഭവിച്ചത്. ഇപ്പോൾ ഈ വീടൊക്കെ വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോഴും. ഗസ്റ്റ് ഹൗസ് ആയിരുന്നു, അതൊരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. ഇവിടെ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലത്ത് പോലും വീട് നന്നാക്കാൻ പറ്റാത്തതുകൊണ്ട് ഗസ്റ്റ് ഹൗസൊക്കെ അങ്ങനെ വല്ലാത്ത അവസ്ഥ നിലനിർത്തിയിരിക്കുകയാണ്. എന്തൊരു ദുരന്തമാണ് നോക്കണം. മനോഹരമായ വീട്. ഹെമിംഗ്വേ നടന്ന വഴികളിലൂടെ ഞാനും നടക്കുകയാണ്. മനോഹരമായ വീട് കേട്ടോ. എന്ത് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത്. മാനൊക്കെ ഉണ്ട് ഇവിടെ. ഫോറസ്റ്റുകാരൊന്നും പിടിക്കില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് മീൻപിടുത്തം വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം 2ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തൊരു ബോട്ട് വാങ്ങിച്ച് ഇടയ്ക്കിടയ്ക്ക് മീൻ പിടിക്കാൻ പോകുമായിരുന്നു. മനോഹരമായ ഒരു പറമ്പാണ് ഇതിന്. നമ്മൾ ധാരാളം കുട്ടികളിവിടെ ടൂറിന്. ഹായ്, സുന്ദരന്മാരാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലാവരും. അവിടെ നമ്മൾ കീ വെസ്റ്റിലെ വീട് കണ്ടപ്പോഴും ഈ വീട് കണ്ടപ്പോഴും തോന്നിയത് ഇവിടെ ഇരുന്നാൽ ആരും എഴുതി പോകുമെന്നാണ് അല്ലേ. ഇത് രസമായിട്ടാണ് ഈ ഒരു സ്ഥലം ഭംഗിയായിട്ടാണ് വച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഗസീബോ, ചായ കുടിച്ചിരുന്ന സ്ഥലം. ഇന്ത്യ. സെയിം കളർ. നമ്മൾ ഇന്ത്യക്കാരാന്ന് പറഞ്ഞപ്പോൾ ഇത് ചേച്ചി പറയാം സെയിം കളറാണ്. തോക്കൊക്കെ ഉണ്ടായിരുന്നു കീ വെസ്റ്റിലെ വീട്ടിൽ. ഇവിടെ അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ വേട്ടയാടൽ പരിപാടി ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇതാണ് ബെഡ്റൂം. ഇതൊരു ഫാൻ, പഴയ ഫാൻ. ഇവിടെ ഒരു ടെലിഗ്രാഫ് മെഷീൻ അല്ലേ. ഇവിടെയുമുണ്ട് വലിയൊരു മാൻ്റെ തല. ഇത് നമുക്ക് ഇവിടെ നിന്നാൽ ഹവാന കാണാം. ഹവാനയിലെ ബിൽഡിങ്സും അതിൻ്റെ അപ്പുറത്ത് കടലാണ്, അതും കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും 1959 ക്യൂബൻ റവല്യൂഷൻ്റെ സമയത്ത് തന്നെ അദ്ദേഹം ഇവിടുന്ന് സ്ഥലം വിട്ടു. കാര്യം ഫിഡൽ കാസ്ട്രോയുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്തായിരുന്നെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഒരു കീഴിൽ നിൽക്കാനുള്ളൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം ഇവിടുന്ന് പോയി. പക്ഷേ അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം ആത്മഹത്യത്തിന് ശേഷം തിരിച്ച് നെവാഡയിൽ നിന്ന് ഇവിടെ വന്നു ഈ ഒരു പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടി. പക്ഷേ അവർക്ക് അതൊന്നും കൊടുത്തില്ല. വളരെ കുറച്ച് പെയിൻറ്റിങ്സ് പോലുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് സർക്കാർ തിരിച്ചയക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അത് നന്നായി എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഭാര്യ അതെല്ലാം എടുത്ത് US കൊണ്ടുപോകാൻ. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് വാഷ്റൂമാണ്, പഴയ വാഷ്റൂം. അവിടെയും പുസ്തകങ്ങൾ. എൻ്റെ വീട്ടിലും അതെ, എൻ്റെ വീട്ടിലും വാഷ്റൂമിൽ ഇതുപോലെ തന്നെ ലൈബ്രറി ഉണ്ട്. ഇവിടെയും ഉണ്ട്. ഞാൻ പക്ഷേ ഹെമിംഗ്വേ ആയില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വളരെ ഭംഗിയുള്ള ഗംഭീരമായ വീട്. ഞങ്ങളെല്ലാവരും പറയുന്ന ഇതായിരുന്നു, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പുസ്തകം എഴുതി പോവും എന്ന്. അത്രയും മനോഹരമായ ഒരു ആംബിയൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ധാരാളം പെയിൻറ്റിങ്സ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്.
എല്ലാം ശരിക്കും അതിമനോഹരമായി. എല്ലാത്തിലും നിങ്ങൾ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഓൾഡ് വിൻറ്റേജ് കാഴ്സാണ്. അതാണ് ക്യൂബയുടെ സ്ട്രീറ്റുകളെ ഏറ്റവും മനോഹരമാക്കുന്നത്. അത് നമുക്ക് എല്ലാ ഇതിലും കാണാം. കൂടാതെ ഇവിടെ പിടിച്ച വലിയ ഫിഷുമായിട്ട് ഹെമിംഗ് ബേ, എനിക്കതിൻ്റെ മുഖം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നാലും ഇത് നമുക്ക് ഒരെണ്ണം വാങ്ങിക്കാം. ഹൗ മച്ച് ദിസ് കോസ്റ്റ്? 10. Okay, I'll buy this. You don't have a frame like this, right? It's painting with pencil and no frame. No, you have it, no frame. Oh, nice. അപ്പോൾ നമ്മൾ ഹെമിംഗ് ബേയുടെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിങ് വാങ്ങിച്ചിരിക്കുകയാണ്. $10. ടവറിൻ്റെ മുകളിൽ കയറാം. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഹവാന ഇത്ര വലിയ സിറ്റിയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ഇത്തരം കാഴ്ചകളൊക്കെ കുറവായിരുന്നിരിക്കാം. ഇവിടെ ഒരു എഴുത്തുമുറി ആൻഡ് ഒരു പഴയ ടൈപ്പ് ബൈനോക്കുലർ. പിന്നെ എന്തായാലും അദ്ദേഹം ഒരു വേട്ടക്കാരനായിരുന്നു. പുലിയെ വെടിവെച്ചിട്ട് കടുവയെ വെടിവെച്ച് വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ടൈപ്പ് റൈറ്റ്. നല്ല കാറ്റിവിടെ. നമ്മളവിടെ കണ്ട കുട്ടികളൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീട്ടിലും സ്വിമ്മിംഗ് പൂളുണ്ട്. എന്തായാലും കീ വെസ്റ്റിലെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ വേണമെന്നാണ് അദ്ദേഹം ബാങ്ക്രപ്റ്റ് ആയി പോയതെന്നൊക്കെ നമ്മൾ വായിച്ചിരുന്നു. പക്ഷേ ഇവിടെയും ഉണ്ട് സ്വിമ്മിംഗ് പൂള്. ഇതായിരുന്നു ഹെമിംഗ് ബേ കുളിച്ചിരുന്ന സ്വിമ്മിംഗ് പൂൾ. ഇത് പക്ഷേ ഇപ്പം ഉപയോഗിക്കുന്നില്ല. ഇനി പില്ലാർ എന്ന ബോട്ട്. അദ്ദേഹം ഭയങ്കര ഇഷ്ടമായിരുന്നു ഫിഷിങ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് മുഴുവൻ മീൻ പിടിക്കുന്ന ഫോട്ടോസൊക്കെയാണ്. അദ്ദേഹത്തിനൊരു വലിയ ഫ്രണ്ട് ഉണ്ടായിരുന്നു കീ വെസ്റ്റിൽ, ഒരു ഫിഷർമാൻ. അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അദ്ദേഹം എപ്പോഴും മീൻ പിടിക്കുമായിരുന്നു. ടെന്നീസ് കോർട്ട് ഇൻ ഹെമിംഗ് ബേസ് ടൈം. ഏത്? ഇത് ഓക്കെ. ദിസ് വാസ് എ ടെന്നീസ് കോർട്ട്. ഇപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഷിപ്പല്ല ബോട്ട് ഇട്ടിരിക്കുന്നു. നോവൽ പ്രൈസൊക്കെ കിട്ടിയപ്പോൾ തന്നെ കോടികൾ അദ്ദേഹത്തിന് കിട്ടി. കൂടാതെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അതിൽ ഏറ്റവും അധികം വിറ്റ പുസ്തകങ്ങൾ പെടുന്നുണ്ട്. സോ അതുകൊണ്ട് അദ്ദേഹത്തിന് പൈസയ്ക്കൊന്നൊരു പഞ്ഞം ഉണ്ടായിരുന്നില്ല. പിലാർ അതായിരുന്നു ബോട്ടിൻ്റെ പേര്. അത് ഭാര്യയുടെ പേരായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ഇതൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട്. അത്ര നല്ല അവസ്ഥയിലല്ലെങ്കിൽ പോലും. കാര്യം ഗവൺമെൻറ്റിനെ സ്തുതിക്കുന്ന വാർത്തകളൊക്കെ ഉള്ളെങ്കിലും അദ്ദേഹം ഇരുന്ന് വായിക്കുന്നുണ്ട്. ഇത് വളരെ ഫേമസ് പത്രമാണ് ഗ്രാമയൊക്കെ പണ്ട് ഫിഡൽ കാസ്ട്രോയുടെയൊക്കെ കാലത്ത് റഷ്യയിലെ പ്രവതയൊക്കെ പോലെ അത്രയധികം ആൾക്കാർ വായിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പം വെറും ഗസറ്റായി മാറിയിരിക്കുകയാണ്. സർക്കാരിനെ പോടുന്ന സാധനങ്ങൾ മാത്രമേ വരികയുള്ളൂ. ആ കാര്യത്തിലും നമുക്ക് ഭാഗ്യമുണ്ട്. നമുക്ക് സത്യം എന്താണെന്നറിയാൻ മറ്റ് പത്രങ്ങൾ വായിക്കാനുള്ള സൗകര്യം നമുക്കുണ്ട്. അല്ലെങ്കിൽ ദേശാഭിമാനി മാത്രം വായിച്ച് നമ്മുടെ ജീവിതം എന്തായി പോയതിനെന്ന് കൂടി ആലോചിക്കുക. എന്നാൽ ഹവാന എന്ന് പറയുന്ന സിറ്റിയുടെ 500th ആനിവേഴ്സറിക്ക് സ്ഥാപിച്ചതാണ് നമ്മുടെ ഹെമിംഗ് ബേയുടെ ഈ ഒരു പ്രതിമ. നല്ല ക്യൂബൻ മ്യൂസിക് കേൾക്കുന്നുണ്ട് കേട്ടോ. കോഫി ഷോപ്പാണ്. പിലാർ എന്നാണ് കോഫി ഷോപ്പിൻ്റെ പേര്. ഒരു സോനിയർ ഷോപ്പ് വന്നതാണ് ഇവിടെ. ചേയുടെയും അതുപോലെ തന്നെ ഹെമിംഗ് ബേയുടെയൊക്കെ പടങ്ങൾ എൻഗ്രേവ് ചെയ്ത പോലെയുള്ള കുപ്പികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മളവിടെ 16ാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നത്. കണ്ടില്ലേ വരുന്ന വണ്ടികളെല്ലാം.
അത് കെമ്പിൻസ്കി ഹോട്ടലാണ് 5 സ്റ്റാർ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബാക്കി കെട്ടിടങ്ങളെല്ലാം വളരെ മോശം അവസ്ഥയിലാണ്. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി പോവാണ് ഹോട്ടലിലേക്ക്. അത് ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടക്കാനുണ്ടെന്ന് പറഞ്ഞു. അവിടത്തേക്കാണ് പോകുന്നത്. കിമൂര ജാപ്പനീസ് ആണോ ചൈനീസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പേര് കേട്ടൊരു ജാപ്പനീസ് പേര് പോലെ ഉണ്ട്. ഏതായാലും റവല്യൂഷൻ കഴിഞ്ഞ സമയത്ത് 1959 ഇതൊരു സ്കൂളാക്കിയതായിരുന്നു ഈ ബിൽഡിംഗ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ അത് കെമ്പിൻസ്കി ഹോട്ടലായി. പഴയ ലാട, റഷ്യൻ ലാട. എന്തായാലും വലിയ സന്തോഷമുള്ളൊരു ബിൽഡിംഗ് കണ്ടു. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഡ്രിങ്കാണ് ബക്കാഡി വൈറ്റ് റം. അതിൻ്റെ ആദ്യത്തെ ഹെഡ് ഓഫീസാണ് നമ്മൾ കാണുന്നത്. ക്യൂബൻ ഡ്രിങ്കാണ്. പക്ഷേ റവല്യൂഷൻ്റെ സമയത്ത് 1957 അവർ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് മാറി. എങ്കിലും ഇവിടെയാണ് അദ്ദേഹത്തെ ആദ്യമായി ഉൽപ്പാദിപ്പിച്ചത്. അതിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും കാലം അടിച്ച ബക്കാഡിയെ സ്മരിച്ചുകൊണ്ട് ഹെഡ് ഓഫീസിന് മുന്നിൽ നിന്നുകൊണ്ട് ബൈജുവൻ നായർ സംസാരിക്കുകയാണ്. നാശോന്മുഖമായ മറ്റൊരു ബിൽഡിങ്. ഇതാണ് ഇതിൻ്റെ അകത്ത് ബിൽഡിങ്ങുകളൊക്കെ ഒരു അവസ്ഥ. മുംബൈയിലെയൊക്കെ പഴയ ബിൽഡിങ്സിൻ്റെ അകത്ത് കയറുന്ന പോലെ ഉണ്ട്. ഇതൊക്കെ ഇനി വലിയ താമസമില്ലാത്ത താഴെ വീഴാൻ പോകുന്ന ബിൽഡിങ്സാണ്. ബക്കാഡി ഹെഡ് ഓഫീസിൻ്റെ ഒരു സൈഡ് വ്യൂ. നമ്മളവിടെ നിൽക്കുമ്പോഴത്തേക്കും അവിടെ നിന്നൊരു പെൺകുട്ടി നമ്മളെ വിളിച്ചു. സ്ഥലം കാണാൻ വേണ്ടി അകത്തേക്ക് വരാൻ പറഞ്ഞു. എന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ആയിരുന്നു നമ്മളെ വിളിച്ചത്. അപ്പോൾ നമ്മുടെ ആദ്യം ചോദിച്ചത് എന്തെങ്കിലും മരുന്നുകൾ കയ്യിലുണ്ടോ എന്നാണ്. കാരണം അകത്ത് ഒന്നും ഒരു പ്രായമുള്ള ആൾ ഒരു മരുന്നും ഇല്ലാതിരിക്കുന്നു. ഹായ്, ഇതാണ് ഇതിൻ്റെ അകത്തേക്ക് അവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് ബെഡ്റൂം. ഇതാണ് കുളിമുറി. അവസ്ഥകൾ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് ഇവിടെ താഴെ പോവും. ഇതാണ് ഇവരുടെ ആകെയുള്ള സമ്പാദ്യം നമ്മളീ കാണുന്നത്. ഒരു പൂച്ചയുണ്ട്. ഏറ്റവും ഭീകര അടുക്കള കേട്ടോ. ഈ ഒരു സ്ഥലത്താണ് ഇവരുടെ പാചകം. അവരുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഓരോ ഡോളറൊക്കെ കൊടുത്തു. കണ്ടു കഴിഞ്ഞാലൊക്കെ എന്ത് സ്റ്റൈലായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ പരമദാരിദ്ര്യമാണെന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും നമ്മളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും മരുന്നുണ്ടോ തരാനെന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഈ നാടിനെ എത്തിച്ചത് ഭയങ്കര കഷ്ടതരമായിപ്പോയി. ഒരു വിപ്ലവം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശിച്ചു പോകുന്നു. ഇവിടുത്തെ സർക്കാരിനെ തൂത്തെറിഞ്ഞ് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നതിലുള്ളൊരു സർക്കാർ, അത് ഏത് പാർട്ടിയായാലും അത് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് തോന്നിപ്പോകും ഇവരുടെ ജീവിതം കാണുമ്പോൾ. തുരുമ്പ് ആരുടെ ചോദിച്ചാലും പൈസ ചോദിക്കും. എന്ത് ചെയ്താലും മണി ചോദിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു 5 പൈസ കിട്ടിയാലുള്ള ആഗ്രഹം എല്ലാവർക്കും. സീതപ്പഴം $2.50. ഒരു കൊച്ചിന് $1 കൊടുത്തു. അതിൻ്റെ പേരിൽ എല്ലാ പിള്ളേരും വന്നിരിക്കുകയാണ്. അങ്ങനെ അലിയെ പൊതിഞ്ഞ പിള്ളേർ, ദാരിദ്ര്യത്തിൻ്റെ പരകോടി പാവം പിള്ളേർ. മറ്റൊരു ദാരിദ്ര്യം കിടക്കുന്നു. ക്യൂബൻ മ്യൂസിക് പക്ഷെ ഭയങ്കര രസമാണോ. ഇവിടെ റോഡ് സൈഡിലൊക്കെ ഫിഡൽ കാസ്ട്രോ, ഗൈഡ് ടു ക്യൂബ എല്ലാം പഴയതാണ്. പുതിയ പുസ്തകം പോലും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ബൊളീവിയ, ക്യൂബ, ഗൈഡ് ടു ക്യൂബ, ഹിസ്റ്റോറിയ ദ ക്യൂബ, വേർ ആർ ദ ക്യൂബൻസ് ഫ്രോം, ദ ക്യൂബൻ കൗണ്ടർ റവല്യൂഷൻ. ഈ റവല്യൂഷന് പേരും പറഞ്ഞ് എത്ര വർഷം ഇവരിങ്ങനെ ജനങ്ങളെ ഇതുപോലെ കൊണ്ടു നടക്കുമെന്നുള്ളതാണ് നമുക്ക് സംശയം. 150 പെസോ, $1 for 2. യാ. അലി വാങ്ങിച്ചു.
$1 രണ്ടെണ്ണം വാങ്ങിച്ചു. വാങ്ങല്ല, അവർ സപ്പോർട്ട്. എങ്ങനെയുണ്ട് സുരേഷേ? വെള്ളമാണോ? ചൂടാ? വൈകുന്നേരങ്ങൾ എന്താണ് സംഗീത സാന്ദ്രമാക്കാൻ വേണ്ടിയുള്ള പാട്ടുകാരുണ്ട് റോഡിലൊക്കെ. No woman, no cry. ¿Sabes cómo me pongo? La gente de la isla, oye, mira nada más de la isla para acá, la mano de verdad. Maitu. Okay, Baichu. Paichu, Paichu. En Cuba, Paichu, Paichu. En La Habana, Paichu, Paichu. Baichu in Cuba. Suresh in Cuba. Yo le canto a Suresh. También le canto a Paichu. La gente de la isla en La Habana. Ese que tiene mi luz. Baichu in En La Cuba. Habana, Paichu. Baichu in Cuba. En Cuba, Paichu. Baichu in Havana. Thank you. Para bailar la bamba. Para bailar la bamba. Se necesita una poca de grasa. ഇനി ബാങ്കിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതുണ്ടോ? തമാശ വെച്ചാൽ ഒരു ദിവസം ഒരു ATM കാർഡിൽ നിന്ന് 2500 പെസോയെ എടുക്കാൻ പറ്റുള്ളൂ, സമ്മതിക്കുള്ളൂ. ഇനി നിങ്ങളുടെ ബാങ്കിൽ എത്ര കോടി രൂപ ഉണ്ടെങ്കിലും വെറും 2500 പെസോ എന്ന് പറഞ്ഞാൽ 400 പെസോയാണ് $1. അപ്പോൾ എത്ര എടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് രസം വെച്ചാൽ അതിൽ കൂടുതൽ ഒരിക്കലും തരില്ല എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് ബാങ്കിന് മുന്നിൽ നിൽക്കുന്ന ക്യൂ എന്ന് പറയുന്നത് അത്രയും പൈസ മാത്രം വിട്ടു ചെയ്യാനാണ്. എന്തൊരു ദുരന്തം ആലോചിച്ച് നോക്കണം ഒരു ദിവസം. പക്ഷേ മറ്റൊരു കാര്യത്തിൽ ഇവിടെ കപ്പിച്ചിനോ കുടിക്കണമെങ്കിൽ 2000 പെസോ വേണം. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ബാങ്കിൽ നിന്ന് എടുക്കുന്ന 2500 പെസോയ്ക്ക് യു ക്യാൻ ഹാവ് ജസ്റ്റ് 1 കപ്പിച്ചിനോ. അതല്ല നിങ്ങൾക്ക് പിന്നെ ഒരു 500 പെസോയെ ബാക്കി വരുള്ളൂ. വീണ്ടും ദുരന്ത സീനാണ് വീണ്ടും നമ്മൾ കാണുന്നത്. ഇതിവിടുത്തെ ഒരു ഷോപ്പ്, നല്ല ഗംഭീര ഷോപ്പ്, നല്ല രസമുള്ള പെയിൻറ്റിങ്സും നല്ല സാധനങ്ങളൊക്കെയാണ്. പട്ടി കൂട്ടുകാരെല്ലാവരും ഉണ്ട് ഇവിടെ. പട്ടിക്കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ പ്രസവിച്ചുള്ളത് പാല് കുടിച്ചടക്കാണ്. നാളെ വേണം തരാമെന്ന് വാങ്ങിക്കാൻ വിൽക്കുന്നുണ്ട്. ഓ നൈസ്. ഇന്ത്യ. യാ. താങ്ക് യു. ഇത് ഏണസ്റ്റ് ഹെമിംഗ്വേ ക്യൂബയിൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ താമസ ഹോട്ടലാണ്. ഇതിൻ്റെ 1511 എന്ന് പറഞ്ഞ റൂമിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അംബോസ് മുൻഡോസ് എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. ഇവിടെ ഹെമിംഗ്വേയുടെ പടങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഫോർ ഹൂം ദ ബെൽ ടോൾസ് എന്ന നോവൽ അദ്ദേഹം എഴുതിയത്. വാവ്. അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നത് 1930 താമസിച്ചിരുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Guantanamera, Guajira Guantanamera, Guantanamera, Guajira Guantanamera. Yo me voy para la India, allí vamos a Guaracheva, tenemos un pinto. Cállate, coño.
ഇപ്പോഴും കാളവണ്ടി യുഗത്തിലാണ് പല കാര്യങ്ങളും, എങ്കിലും കുതിരവണ്ടിയും കിടക്കുന്നുണ്ട് ഇവിടെ. ഇവിടെയുണ്ട് നമ്മുടെ ചേട്ടന്മാർ. കാസ്ട്രോ. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ മദർ തെരേസ കൊൽക്കത്ത എന്ന് കണ്ടു. മദർ തെരേസയുടെ പേരിലൊരു ഗാർഡൻ ഇവിടെയുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. മദർ തെരേസയുടെ പേരിൽ ലോകത്ത് എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അത്രയധികം സ്നേഹിക്കപ്പെടുന്ന ആളാണ് മദർ തെരേസ. ഇതിവിടുത്തെ വലിയ വലിയ ആൾക്കാരെയൊക്കെ അടക്കം ചെയ്തൊരു പള്ളിയാണ്. ഇവിടെ മദർ തെരേസയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സാൻ ഫ്രാൻസിസ്കോയിൽ അവർ സന്ദർശിച്ചത്, കമേരിക്കോ ഇതൊക്കെയാണിപ്പോൾ കാണുന്നത്. ഇവിടുത്തെ പ്രമുഖരൊക്കെ അടക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. പക്ഷെ അതായിരിക്കും നമുക്ക് അറിയാത്തതുകൊണ്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ജോസഫ് റോഡ്രിക്സ് ഒക്കെയാണ് ഇവിടെ. മൈക്കിൾ ഷെഗൻതെലർ. ഏതായാലും അതിന് പേരിട്ടിരിക്കുന്ന മദർ തെരേസയുടെ പേരാണ് ഈ ഒരു ഗാർഡൻ. കാണാൻ പോകുന്ന ഒരു റം ഫാക്ടറിയാണ്. റമ്മിൻ്റെ ഡിസ്റ്റിലറി എന്ന് പറയാം. ഹവാന ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. പ്രസിദ്ധമായ റമ്മാണ്, ഹവാന റമ്മാണ്. അതിൻ്റെ ഡിസ്റ്റിലറിയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതാണിത്. വേൾഡ്സ് ലീഡിങ് റം ഡിസ്റ്റിലറി ടൂർ. എത്ര രൂപയൊക്കെയാണ് ടൂറിനെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അകത്തളം. ഇതാണ് ഹവാന റം എന്ന് പറയുന്നത്. ഹവാന ക്ലബ് റം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ സാധനം. ഇവിടെ റം ടേസ്റ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അടിപൊളി ബിൽഡിംഗ് ഉണ്ട്. ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് നോക്കാം. നമ്മളിതിൻ്റെ അകത്ത് കയറണേ ആദ്യം ബെല്ലടിക്കണം. അടിയച്ചായ കൂട്ടമണി. ഓക്കെ. ഒറ്റയ്ക്ക് ഒറ്റമണി അടിക്കുന്ന ആളാണ്. All of you from India? Yeah. For how long in Cuba? We landed yesterday. Yeah, we'll be here for 5 days. Do you speak Hindi? Yes, but Tamil? No, you know everything. Tamil, Hindi, we are not. English. Actually, we are not from the Hindi-speaking place. We are from the south side. Yeah. We have our own language called Malayalam. Oh, well. Yeah. Fermentation നടക്കുന്ന സ്ഥലമാണ്. Be careful with your step. Yeah. And you sit down on the barrel. Okay. Fermentation എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകാൻ തോന്നുന്നു. നോക്കടാ. And here I'm going to show you a movie about sugarcane history. Okay. One day it's going to be in Hindi Okay. language or Tamil. Oh, great. But not today. കുറച്ച് കാലം കഴിയുമ്പോൾ ഹിന്ദിയിലും ഒക്കെ സബ്ടൈറ്റിൽ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇവിടെ ഹിന്ദിക്കാരൊക്കെ ധാരാളം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇവിടെ വിപ്ലവം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലത്ത് അമേരിക്ക എന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നായിരുന്നു റമ്മൊക്കെ കുടിച്ചിരുന്നത്. ഇപ്പം അമേരിക്ക ആയിട്ട് ആകെ പ്രശ്നമായി. എന്തായാലും ആദ്യമായി ഇവിടെ ഷുഗർ കെയിൻ കൊണ്ടുവന്നത് കൊളംബസാണ്. കൊളംബസ് ഇന്ത്യയിലേക്ക് പോകുന്ന വഴിക്ക് ഇന്ത്യയാണെന്ന് കരുതിയാണ് ഇവിടെ നിർത്തിയത്. ആ സമയത്താണ് ഇവിടെ ആദ്യമായിട്ട് കരിമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. This plant found a natural perfect conditions in Cuba. Regarding the climate, a nice temperature and humidity, preferring to soil a lot of organic nutrients and minerals. ഇതാണ് To മൊളാസിസ്. roast this sugar mill from the half of 17th century. അപ്പോൾ ഇതിൽ ഇതുപോലെ കരിമ്പ് കയറ്റി വെച്ച് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് വരികയും ഇത് ചൂടാക്കിയിട്ട് അതിൻ്റെ സത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് പഞ്ചസാര ഉണ്ടാക്കാൻ വേണ്ടി. ഇനി വീണ്ടും അടുത്ത സ്റ്റേഷനിലേക്ക് പോകാം. Beautiful agricultural and industrial complex. A beautiful sugar factory scale model. ഇപ്പോൾ ഹവാന റം കമ്പനി ഗവൺമെൻറ് ഉടമസ്ഥതയിലാണ്. പക്ഷേ ഒരു ഫ്രഞ്ച് കമ്പനിക്കും ചെറിയ പങ്കാളിത്തം ഉണ്ട്. The best view from here. പഞ്ചസാര ഉണ്ടാക്കുന്നു. അത് ട്രെയിനിലാണ് ഫാക്ടറികൾക്ക് എത്തിച്ചിരുന്നതും പിന്നെ റമ്മാക്കി തിരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുന്നതും. അതിൻ്റെ സ്കെയിൽ മോഡലാണിത്. ഇതിൻ്റെ ഒരു പ്രവർത്തനം കാണിക്കുകയാണ്. ട്രെയിനൊക്കെ മണിയടിച്ച് വരുന്നുണ്ട്. ഇത് കളിക്കാൻ കിട്ടിയിരുന്ന നല്ലതായിരുന്നു. വീട്ടിൽ കൊണ്ട് വയ്ക്കാമായിരുന്നു.
24 മണിക്കൂർ ഷുഗർ ആൽക്കഹോളാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി വരും. അതിൽ 6% ആണ് കെയിൻ വൈനായിട്ട് മാറുന്നത്. പിന്നീട് അതാണ് റമ്മാക്കി മാറ്റുന്നത്. അതിനെപ്പറ്റിയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫാക്ടറി അല്ല, ഇതൊരു മ്യൂസിയം മാത്രമാണ്. കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതാ ഇത് അങ്ങനെ 24 hours വെച്ച് കഴിഞ്ഞ കെയിൻ വൈനാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഷുഗർ കെയിൻ പിന്നെ ഡിസ്റ്റിൽ ചെയ്യും, കോൺസെൻട്രേഷനാക്കി ഈ ഒരു അഗ്വാഡിയൻറ്റ് എന്ന് പറയുന്ന ഷുഗർ കെയിൻ ഡിസ്റ്റിലേറ്റ് ആക്കി മാറ്റുകയും പിന്നെ അതിൽ 74-78% ആൽക്കഹോൾ ഉണ്ടാവും. അത് വീണ്ടും അല്പം ഡിസ്റ്റിൽ ചെയ്ത് അവിടെ 2 വർഷം ആ ഒരു ഇതിൽ സൂക്ഷിക്കും. എന്നിട്ട് അങ്ങനെ ഡിസ്റ്റിൽ ചെയ്ത് വീണ്ടും അതിലെ ആൽക്കഹോൾ കണ്ടൻറ്റ് കുറയ്ക്കും. നമ്മളവിടെ കണ്ട ഡിസ്റ്റിൽ ചെയ്ത വിസ്കി ഇതിലാണ്, ഈ ഇത്തരത്തിലുള്ള വുഡൻ ഇതിലാണ് വയ്ക്കുന്നത്. എന്നിട്ട് അതിൽ സിലിക്കോണാണ് വെച്ചിരിക്കുന്നത്. സിലിക്കോൺ കൂടി ഇറ്റിട്ട് അത് വീണ് 2 കൊല്ലം അവിടെ ഇരുന്ന് വളരെ പ്യുവറാവും. വൈറ്റ് ഓക്ക്. അതിൽ രസമുള്ള കാര്യം കണ്ടത് ഈ വൈറ്റ് ഓക്ക് ബാരസിൽ നേരത്തെ വിസ്കി സൂക്ഷിച്ചിരുന്നതാണെന്നുള്ളതാണ്. അതിലാണ് ഈ റമ്മിൻ്റെ ഈ ഒരു ഡിസ്റ്റിൽഡ് റം ഒഴിച്ച് 2 വർഷം സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിൽ ഓക്ക് ബാരൽസ് സൂക്ഷിക്കുന്നു. അതിൽ 7-10% ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അതൊരു ആനുവൽ ലോസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ റമ്മിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ പല ഗുണങ്ങൾ കാരണം ദാറ്റ് ആർ ഇമ്പോസിബിൾ ഫോർ അതേഴ്സ് ടു കോപ്പി എന്നാണ് പറയുന്നത്. ഇവിടെ ഓരോന്നിനെ പറ്റിയും പറയുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വില കുറഞ്ഞ റമ്മ്, ഹവാന ക്ലബ് ഒറിജിനൽ, 3 years old ആണ്. പെർഫെക്റ്റ് ബാലൻസ് ഓഫ് ഫ്രഷ്നസ് ആൻഡ് ഏജ്ഡ് ക്യാരക്ടർ. ഇത് ഹവാന ക്ലബ് പ്രൊഫ്യൂൻഡോ. ഇത് ശരിക്കും ഹൈ ലെവൽ ഓഫ് അഗ്വാഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ആ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ ബേസിക് കണ്ടൻറ്റ് കൂടുതലുണ്ട്. ഇത് എസ്പെഷ്യൽ സ്മൂത്ത് സെൻസേഷൻ വിത്ത് വനില. ഇത് ഹവാന ക്ലബ് 7 years. ഇത് കോക്ടെയിൽസിനുള്ളതാണ്. ഇത് സ്മോക്കി ഫിനിഷ് ഉണ്ടാകും. അതിൻ്റെ പേര് ക്യൂബൻ സ്മോക്കി. ഇത് സെലക്ഷൻ്റെ മസ്റ്റോസ് എന്ന് പറയുന്നത് ഇത് ഏജിങ് ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ദിസ് വൺ ആനുവൽ എഡിഷൻ ആണിത്. ഇത് വളരെ കുറച്ച് ഉണ്ടാക്കാറുള്ളൂ. ക്യൂബൻ റം മാസ്റ്റേഴ്സ് പ്രധാനമായിട്ടും ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇത് ഹവാന ക്ലബ് യൂണിയൻ അറ്റ്മോസ്ഫിയർ സ്മൂത്ത് ലക്ഷറി റം ക്രിയേറ്റഡ് ഫോർ പെയറിംഗ് വിത്ത് ദ ബെസ്റ്റ് ക്യൂബൻ സിഗാർ. ഇത് ഹവാന ക്ലബ് ഗ്രാൻഡ് റിസർവ് 15 yearsൻ്റേത്. ഇത് 15 years ഉണ്ടാക്കുന്നത്. 58 barrels മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇത് മാക്സിമോ. ഇത് ലിമിറ്റഡ് പ്രൊഡക്ഷൻ ഓഫ് 1000 bottles ആനുവലി. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ $16 തൊട്ട് $2000 വരെയുള്ള പലതരത്തിലുള്ള റമ്മാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും കഴിയുമ്പോൾ പിന്നെ നമ്മൾ നേരെ വന്നിറങ്ങുന്നത് ഇവിടെ നമുക്ക് റമ്മ് ടേസ്റ്റ് ചെയ്യാൻ തരികയാണ്. 7 years. 7 years old ആണ്. 7 years old എന്നാണ് പറഞ്ഞത്. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഞാനങ്ങനെ ആരുടെ മുന്നിൽ വെച്ച് കള്ളു കുടിക്കാറില്ല. സോറി, ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കുടിക്കാം. അപ്പം നമ്മളൊരിക്കലും നീറ്റ് അടിക്കാറില്ലല്ലോ. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. കുടൽ കത്തി ഇങ്ങനെ അങ്ങോട്ട് പോയി. കോട്ടയംകാരുടെ പ്രശ്നം വെച്ചാൽ നമ്മളിത് കുടിച്ചു തുടങ്ങി ഇനിയൊന്നും മുഴുവൻ കുടിക്കണം. അതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് പിന്നെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു കുപ്പി വാങ്ങിക്കാൻ പോവാണ്. എന്തായാലും എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കട്ടെ. നമ്മളിപ്പോൾ കണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഹൗ ടു മേക്ക് കോക്ടെയിൽസ്. ചിയേഴ്സ്. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമെന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് എന്തൊക്കെ കോക്ടെയിൽ ഇത് വെച്ച് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഹെമിംഗ്വേ, നമ്മുടെ സാഹിത്യകാരൻ ഹെമിംഗ്വേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കോക്ടെയിൽ ഉണ്ടായിരുന്നു. ആ 2ഉം ഹവാന ക്ലബ്ബായിരുന്നു അതിൻ്റെ ബേസ് ലിക്വിഡ് എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും ലുക്സ് ഗുഡ് ആൻഡ് യു ക്യാൻ ഹാവ് ഡ്രിങ്ക്സ് ഫ്രം ഹിയർ. രസമുള്ളൊരു ബാറാണ്. പക്ഷേ അത് ബാറാണെങ്കിൽ ഇത് സ്റ്റോറാണ്. ഇവിടെ നിന്നാണ് നമുക്ക് എല്ലാം വാങ്ങിക്കാനുള്ള അവസരമുള്ളത്. ഇതിന് $7 ഏറ്റവും കുറഞ്ഞത് $7. ഇത് $8 എസ്പെഷ്യൽ എന്നുള്ളത്. ഇത് $15, 12, 20. ഞാനേതായാലും ഒരെണ്ണം വാങ്ങിച്ചു. അതാണ് പാക്ടോ നാവിയ എന്ന് പറയുന്ന $50 ഒരു റമ്മ് വാങ്ങിച്ചു ഇവിടുന്ന്. 50, right? That one looks very different ആണല്ലേ. അതാണ് ഇവിടെ ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ ബാറിനൊരു മുതൽക്കൂട്ടാക്കിയേക്കാന്ന് വെച്ചു.